वचन से सुनने से पहले हम अपने आप को एक बार परमेश्वर के सामने समर्पित करें। आइए हम अपने आंखों को बंद करके थोड़ी देर परमेश्वर के सामने हम अपने आप को समर्पित करें। पढ़ेंगे यशायाह नबी का पुस्तक 6वां अध्याय उससे 1 से लेकर। ഉസ്സിയാ രാജാവ് മരിച്ചയാളിൽ കർത്താവ് ഉയർന്നു പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സറാബുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കരൾ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. जिस वर्ष उशिया राजा मरा, मैंने प्रभु को बहुत ही आसन पर विराजमान देखा और उसके वस्त्र के घेर से मंदिर भर गया। उसने ऊंचे पर साराप दिखाई दिए। उनके 6 पंख थे। 2 पंखों से वे अपने मुंह को ढांपे थे और 2 से वे अपने पांव को, और 2 से वे उड़ रहे थे। और वे एक दूसरे से पुकार पुकार कर कह रहे थे, सेनाओं का यहोवा पवित्र 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 है, सारी पृथ्वी उसकी तेज से भरपूर है। और पुकारने वालों के शब्द से देवड़ियों की नींव डोल उठी और भवन धुएं से भर गया। तब मैंने कहा, हाय हाय, मैं नाश हुआ, क्योंकि मैं अशुद्ध होंठ वाला मनुष्य हूँ और अशुद्ध होंठ वाले मनुष्य के बीच में रहता हूँ, क्योंकि मैंने सेनाओं के यहोवा महाराजाधिराज को अपनी आंखों से देखा है। इस प्रभु के संतान को होने वाले 3 प्रकार के दर्शन के बारे में यहाँ बताया गया है। हम सब इस वाक्य से परिचित हैं और अनेक बार इस वाक्य को लेकर हमने बहुत से प्रचार भी सुने हैं। യെശയ്യാവ് ഈ ദർശനം കാണുവാനുള്ള കാര്യം എന്താണ്? ഇതിന് മുഖാന്തരം യെശയ്യാവിനോട് ദൈവത്തിന് പറയാനുള്ളത് എന്താണ്? അത് മുഖാന്തരം യെശയ്യാവ് മൂലമായി നമ്മോട് ദൈവത്തിന് പറയാനുള്ള കാര്യം എന്താണെന്ന് വിഷയത്തെ ആധാരമാക്കി ചില വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കാം. यशायाह यह दर्शन पाने का कारण क्या है और परमेश्वर
दर्शन द्वारा यशायाह नबी को क्या बताया और आज सुबह इस दर्शन के द्वारा प्रभु हमसे क्या बातें करना चाहता है, इन सब विषयों के बारे में हम आज थोड़ी देर मनन करेंगे। ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഉസ്സിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് യെശയ്യാ ഇവിടെ കാണുന്നത്. इसके पहले वाक्य में हमने पढ़ा कि जिस वर्ष उशिया राजा का मृत्यु हुआ उस समय परमेश्वर एक ऊंचे सिंहासन पर विराजमान होते हुए यशायाह नबी ने एक दर्शन को देखा। ഇവിടെ നാം വായിക്കുമ്പോൾ ഉസ്സിയാവിനെ കുറിച്ച് നമുക്കറിയാം. നമ്മുടെ ചിന്തയിൽ ഉസ്സിയാവ് എന്ന് പറഞ്ഞാൽ കുഷ്ഠം പിടിച്ച ഒരു മനുഷ്യൻ, ഒരു രാജാവ്, നികൃഷ്ടൻ, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാത്തവൻ എന്നീ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പലതും പഴയ വായിക്കാനും നമ്മൾ കേൾക്കാറുമുണ്ട്. എന്നാൽ ഉസ്സിയാവിനെ കുറിച്ച് നല്ല ചില കാര്യങ്ങൾ ഇന്ന് കേൾക്കാൻ ഞങ്ങളുടെ മധ്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. यहाँ जब जैसे उसिया राजा के बारे में पढ़ते हैं, बहुत से चित्र उसिया के बारे में हमारे सामने आ जाते हैं, जैसे एक घोड़े से भरा एक व्यक्ति और परमेश्वर के सामने एक निकृष्ट व्यक्ति, कहना न मानने वाले व्यक्ति, ऐसे बहुत बुराइयों का एक लिस्ट हमारे सामने आ जाता है। लेकिन आज सुबह उनके जीवन की कुछ अच्छाइयों की बातें मैं आपके सामने बताना चाहती हूँ। 2 ദിനവൃത്താന്തം 26-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ दूसरे इतिहास की पुस्तक उसके 26वें अध्याय में हम पढ़ेंगे तो അതിന്റെ 3-ാം അധ്യായം, ഉസ്സിയ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം 3-ാം വാക്യം. दूसरे इतिहास 26वें अध्याय का 30वां पद। ഉസ്സിയാവിന്റെ വാഴ്ച 16-ാമത്തെ വയസ്സിൽ അവൻ വാഴ്ച തുടങ്ങി. ഏകദേശം 52 വർഷക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസിന്റെ ഒക്കെ പകുതിയിലധികമായി ഉസ്സിയാവ് രാജാവായിരുന്നു. वहाँ पे इस प्रकार लिखा है कि उसिया राजा अपने 16 वर्ष का जब था तब वह राजा बना और 92 वर्ष तक वह राज्य का शासन करता रहा। നമ്മുടെ ഈ ബൈബിളിൽ മിക്കവാറും വന്നിരിക്കുന്ന എല്ലാ സംഭവങ്ങളും തന്നെ രാജാവിന്റെയും ന്യായാധിപന്മാരുടെയും കാലത്ത് നടന്ന സംഭവങ്ങളാണ്. और इस हमारे हाथ में जो पवित्र शास्त्र बाइबल है, इसमें जो कुछ भी रचा हुआ है यह सब राजाओं के उनके जमाने में और न्यायाधीश के जमाने में हुए बीती हुई बातों को बताया गया है। ഒരു രാജാവിന്റെ വാഴ്ച കഴിയുമ്പോൾ ആ കാലഘട്ടം അവസാനിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയും. और हम इस प्रकार पढ़ते हैं कि जब एक राजा का शासन समाप्त हो जाता है तो वहाँ पर उसका वो अधिकार समाप्त हुआ है, इस प्रकार वहाँ लिखा गया है। 26-ാം അധ്യായം 3-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചതുപോലെ അതിന് 16 വയസ്സുള്ളപ്പോൾ അവൻ രാജാവായി 52 വർഷം യെരൂശലേമിൽ വാണു. അതിനുശേഷം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഉസ്സിയാവ് ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തു. जिस प्रकार हमने पढ़ा कि 26 में 16 वर्ष का जब था तब उसने अपना शासन शुरू किया और जब वो 52 वर्ष का तब तक उसने शासन चलाया। और उसके नीचे हम पढ़ते हैं कि जैसे उसके पिता अमस्या था वह भी वैसे ही परमेश्वर की दृष्टि में ठीक था। അതിന് 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയെ അവൻ സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. और इसके 5वें वाक्य में इस प्रकार लिखा है कि जकरिया के जमाने में उसने परमेश्वर की खोज की। ഒന്നാമതായി യഹോവയ്ക്ക് പ്രസാദമായുള്ള കാര്യങ്ങൾ ചെയ്തു. पहली बात, परमेश्वर की दृष्टि में जो कुछ अच्छा था वो सब कुछ उसिया राजा ने किया। രണ്ടാമതായി നാം വായിക്കുന്ന അവൻ ദൈവത്തെ അന്വേഷിച്ചു, അതുകൊണ്ട് അവന് അഭിവൃദ്ധി ലഭിച്ചു. और दूसरी बात, उसने परमेश्वर का खोज किया, इसलिए परमेश्वर ने उसको बढ़ोतरी दी। इस प्रकार हम पढ़ते हैं। അതിന്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുന്നു, അവന്റെ സ്തുതി എല്ലായിടത്തിലും പരന്നു എന്ന് നമ്മൾ വായിക്കുന്നു. और इसके 8वें पद में हम पढ़ते हैं कि उसकी कीर्ति सब जगह फैल गया। അതിന്റെ 11-ാം അധ്യായത്തിൽ പല കാര്യങ്ങൾ നാം താഴോട്ട് വായിക്കുന്നു. അവൻ യുദ്ധസന്നദ്ധനായിരുന്നു, യുദ്ധ സാമഗ്രികൾ അവനുണ്ടായിരുന്നു, ഒരു സൈന്യം അവനുണ്ടായിരുന്നു. യുദ്ധ സാമഗ്രികൾ എന്ന് പറയുമ്പോൾ പഴയ കാലത്ത് മിസൈൽ കണ്ടുപിടിച്ചത് പോലും ഉസ്സിയാവിന്റെ കാലത്താണ് എന്നൊരു ചരിത്രം നമ്മൾ വായിക്കുന്നുണ്ട്. और 11वें वाक्य में हम नीचे को पढ़ते हैं कि उसको अपनी एक सेना थी युद्ध करने के लिए और युद्ध की सब सामग्री थी और उन्हीं के समय में युद्ध की बहुत सी सामग्रियों का भी आविष्कार हुआ। നമ്മൾ പിന്നെയും അത് താഴോട്ട് വായിക്കും, അവൻ കൃഷിപ്രിയനായിരുന്നു എന്ന് വായിക്കുന്നു. और फिर हम नीचे जब पढ़ते हैं तो हम इस प्रकार देखते हैं कि वह खेती बाड़ी करने में बहुत प्रिय था। അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവൻ ജനക്ഷേമ തൽപരനായിരുന്നു എന്ന് വായിക്കുന്നു. और यह हम इस प्रकार समझ सकते हैं कि वह अपनी प्रजा की सुख के लिए बहुत उत्साहित था। അവൻ കൃഷിക്കായി അനേക കിണറുകൾ കുഴിപ്പിച്ചെന്ന് വായിക്കുന്നു. और खेती बाड़ी के लिए उन्होंने बहुत से कुओं को भी खुदवाया। അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഉസ്സിയാവിന്റെ കാലം
യെശയ്യാവിന് ഒരു ദർശനമാണ് ഉണ്ടായത്. ആ കാരണം എന്തെന്നാൽ ഉസിയ രാജാവ് മരിക്കാനുള്ള കാരണം അവൻ ദൈവസ്വാധീനത്തിൽ വന്ന് ധൂപം കാട്ടി ദൈവത്തിന് ഹിതമില്ലാത്ത ചെയ്തത് കൊണ്ട് അവിടെയും ഒരു നന്മയായ വിഷയം അവൻ ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. और हम यहाँ पढ़ते हैं कि जब सारे इसराइलियों ने यह कहा कि यशायाह के उसिया राजा का जो जमाना था वो एक सोने के समान बहुत अभिवृद्धि का एक जमाना था, लेकिन उस समय यशायाह नबी को एक दर्शन होता है उसिया के बारे में, और वहाँ पर भी हम देखते हैं क्योंकि उसने परमेश्वर के सामने एक दीप जलाया, इसलिए परमेश्वर ने उसको पनिश किया. പുരോഹിതന്മാർ ചെയ്യേണ്ടതും രാജാക്കന്മാർ ചെയ്യരുതാത്തതുമായ കാര്യം അവൻ ചെയ്തതിനാൽ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങുവാനിടയായിത്തീർന്നു. और जो कार्य केवल याजकों के लिए ही था वो कार्य उसी राजा ने किया, और इसी कारण से उसके माथे पर कोढ़ हुआ. എന്നാൽ നമ്മൾ അവിടെ പിന്നെയും അവിടെ വായിക്കുന്ന 2-26 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അവൻ ധൂപം കാട്ടുന്ന സ്ഥലത്ത് നിന്ന് ഇറങ്ങി വരുവാൻ ബന്ധപ്പെട്ടു എന്ന വാക്യം നമ്മൾ വായിക്കുന്നു. और वहाँ 26 के अध्याय पर हम फिर नीचे को पढ़ते हैं कि परमेश्वर के सन्मुख दीप जलाने के बाद वो नीचे बहुत मुश्किल से उतर कर आता है, അവൻ അവിടെ തന്നെ നിൽക്കുവാൻ അവൻ ആഗ്രഹിച്ചില്ല. क्योंकि वह कभी भी वहीं ठहरने के लिए कभी उसने नहीं सोचा, അവിടെ നിന്ന് ഇറങ്ങി അവൻ ബന്ധപ്പെട്ട് പുറത്തു വന്നതായി നമ്മളവിടെ और വായിക്കുന്നു. वह तुरंत ही वहाँ से बाहर निकल कर आता है. इस प्रकार वहाँ लिखा हुआ है. ഈ സംഭവം നടക്കുമ്പോൾ ഈ ഉസിയാവ് ഇത്രയും പ്രബലനായിത്തീരുന്ന ഉസിയാവ് മരിച്ച അതേ ആണ്ടിൽ യെശയ്യാവിന് കാഴ്ച കാണുവാനുള്ള ഒരു ദർശനം കാണുവാനുള്ള സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, और जब इतना कुछ यहाँ पर हुआ और जब उसिया राजा का मृत्यु हुआ उसी साल में यशायाह नबी को परमेश्वर का दर्शन हुआ. उसका कारण क्या है जब हम सोचते हैं तो യെശയ്യാവിന്റെ വിചാരമെല്ലാം ഉസിയാവ് മഹാപ്രബലനും ബഹുദൂരം ശ്രുതി പരന്നവനുമായ ഒരു പ്രസിദ്ധനായ രാജാവായിരുന്നു ഉസിയാവ്. അപ്പോൾ ഉസിയാവ് മരിച്ച നാட்களிൽ മറ്റ് രാജാക്കന്മാർ നമ്മോട് വന്ന് യുദ്ധം ചെയ്യുമോ, ഏതെങ്കിലും മറ്റുള്ളവർ നമ്മളെ വന്ന് ആക്രമിക്കുമോ എന്ന ഭയത്തിനാൽ അവൻ ഇരിക്കുമ്പോൾ, क्योंकि यशायाह नबी के दृष्टि में उसिया राजा एक सामर्थ राजा था. उसने बहुत से राज्यों का कब्जा किया, और वो यहाँ पर उसको जब उसिया का मृत्यु हुआ, उसिया राजा का मृत्यु हुआ, तब यशायाह नबी सोचता है कि कहीं अन्य राज्य इतने एक प्रबल राजा की जब मृत्यु हुआ हमारे बीच में तो अन्य राजा हम पर आकर हमला बोल ना दे. इस प्रकार का एक विचार यशायाह नबी के मन में आता है. യെശയ്യാവിന്റെ ഹൃദയത്തിൽ അപ്രകാരം ഒരു കേൾവി ഉയർന്നത് കൊണ്ടാണ് ആ സാഹചര്യത്തിൽ യെശയ്യാവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെ കാണുവാനിടയായി. और जब उसके मन में इस प्रकार का विचार हुआ और जब दूसरे लोगों के द्वारा उसको यह सब कुछ सुनने को मिला, उस समय उसको परमेश्वर का दर्शन हुआ कि एक ऊंचे सिंहासन पर परमेश्वर विराजमान है. इस प्रकार एक दर्शन यशायाह नबी को मिला. യെശയ്യാവിനോട് ഒരുപക്ഷെ ഒരു സൗഖ്യദായകനായി ഒരു പരിഹാരിയായി ദൈവം അടുത്തു ചെന്നിരുന്നാൽ അത്രത്തോളം പ്രസിദ്ധി അവനിടത്ത് ദൈവത്തിനില്ലായിരുന്നു. यदि यशायाह नबी के पास परमेश्वर एक चंगाई करने वाले के रूप में पहुंचा तो वो परमेश्वर का वो महानता उसमें ज्यादा प्रकट नहीं होता, वो ज्यादा समझ नहीं पाता. എന്നാൽ സിംഹാസനത്തിൽ വാസം ചെയ്യുന്ന ദൈവം ഉസിയാവിനേക്കാൾ ശക്തനും മഹാനും സർവ്വ അധിപതിയുമെന്ന് സർവശക്തനായ ദൈവത്തിന് അറിയാവുന്നത് കൊണ്ടാണ് യെശയ്യാവിന് ആ ദർശനം കാണിക്കുവാനിടയായിത്തീർന്നത്. इस प्रकार का एक दर्शन दिया कि वो न केवल चंगा करने वाला एक प्रभु है, लेकिन ऊंचे सिंहासन पर विराजमान करने वाला उसिया राजा से कहीं श्रेष्ठ एक महाराजा को राजा के रूप में परमेश्वर ने अपने आप को यशायाह नबी को दर्शन दिया. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചത്, ദൈവം നിങ്ങൾക്ക് ആരാണ്? इसीलिए मैंने शुरुआत में आपसे एक प्रश्न पूछा कि आपके लिए परमेश्वर कौन है. എന്റെ ജീവിതത്തെ ഞാൻ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എന്റെ യേശു എന്റെ അപ്പനാ, എന്റെ അപ്പൻ. जब मैं अपने जीवन को पीछे मुड़ कर देखती हूँ तो प्रभु यीशु मसीह मेरे लिए एक पिता के रूप में है. പാപച്ചേറ്റിൽ കിടന്ന എന്റെ ദൈവം എന്റെ യേശുവിനെ രക്ഷിച്ച് praise the Lord, hallelujah, കരത്തെ പിടിച്ച് വഴി നടത്തി ഇത്രത്തോളം കൊണ്ടുവച്ചത് എന്റെ ദൈവത്തിന്റെ വിശ്വസ്ത, എന്റെ അപ്പന്റെ വിശ്വസ്തയാണ്.
രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്നു. ഒരുത്തനോടൊരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. സാറാഫുകൾ ആരാധിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച വാക്കു. നമ്മൾ ആരാധനയ്ക്ക് യോഗ്യനായി ദൈവത്തെ എങ്ങനെ ആരാധിക്കണം? ദൈവമേ നീ നല്ലവൻ, ദൈവമേ നീ ശക്തൻ, പരിശുദ്ധൻ, അപ്രകാരമാണ് നമ്മൾ ആരാധിക്കുന്നത്. वहाँ पे हम पढ़ते हैं कि किस प्रकार सारा परमेश्वर की आराधना करते हैं। प्रभु तो महान है, तो सर्वशक्तिमान है। इस प्रकार सब सारा हम अपने परमेश्वर की आराधना करते हैं। നമ്മൾ നോക്കിയ ഒരുത്തനോട് ഒരുത്തൻ രണ്ടുപേരും ചേർന്ന് लेकिन वहाँ हम पढ़ते हैं कि एक सारा दूसरे सारा को उसके सामने देखते हुए कहते हैं ദൈവമേ പരിശുദ്ധൻ, സൈനികരുടെ യഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്തു പറയുന്ന സൗണ്ടോടൊക്കെ एक सारा दूसरे सारा को पुकार पुकार कर कहते हैं कि सेनाओं का यहोवा तो पवित्र है पवित्र है पवित्र है। നാം എപ്പോഴും ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിലിരുന്ന ദൈവത്തെ നാം ആരാധിക്കണം. आराधना करते हैं कि दिल की गहराई के साथ परमेश्वर की आराधना करें। ആരാധിക്കാൻ നമുക്ക് എങ്ങനെയും ആരാധിക്കാം. നമ്മുടെ ഹൃദയമെല്ലാം എവിടെയെങ്കിലും ഒന്ന് പോയി കൈയടിച്ച് അന്യഭാഷ आराधना के समय हम अपने दिल को कहीं और फिराते हुए कुछ और सोचते हुए यहाँ बैठ के ताली बजाकर अन्य भाषा में आराधना कर सकते हैं। എന്നാൽ നമ്മുടെ ഹൃദയം ദൈവവുമായി लेकिन हमारे दिल को प्रभु के सामने उमड़ते हुए वही आराधना में प्रभु प्रसन्न होता है। ആ ആരാധനയിൽ മാത്രമേ ദൈവത്തിന് പ്രസാദമുള്ളൂ. आराधना को प्रभु स्वीकार करता है और प्रसन्न होता है। ഇന്ന് പകൽക്കാലം നാം വളരെയധികം നന്നായി ദൈവത്തെ ആരാധിച്ചു. आज सुबह हमने परमेश्वर की बहुत अच्छे से आराधना की। നാം ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് നോക്കി കർത്താവേ ഞാൻ നിന്നെ വിശ്വസ്തയോടാണ് ആരാധിച്ചത്. दिल की गहराई से आप सोचे कि क्या वो मेरा आराधना जो मैंने परमेश्वर के सामने किया वो सच्चाई का था। നിശ്ചയമായും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. परमेश्वर की आत्मा हम सबको दृष्टि हम सबके ऊपर नजर लगाए हुए हैं। ഞാൻ പറഞ്ഞത് നമ്മുടെ ആരാധന ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നായിരിക്കണം. मैंने कहा अपनी आराधना दिल की गहराई से होना चाहिए। ഇന്ന് പകൽക്കാലം നമ്മളെ തന്നെ ശോധന ചെയ്യാം. കർത്താവേ ഞാൻ ആരാധിക്കുന്നത് എന്റെ ഹൃദയത്തിൽ നിന്നാണോ? मैं आराधना करती हूँ क्या मैं अपने दिल की गहराई के साथ परमेश्वर की आराधना करती അവിടെ हूँ। നാം വായിക്കുമ്പോൾ പരിശുദ്ധൻ 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 എന്ന് 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. वहाँ लिखा है पवित्र है पवित्र है पवित्र है करके 3 बार दोहरा कर लिखा हुआ है। എബ്രായ ഭാഷയിൽ വാക്കുകൾ കുറവായതുകൊണ്ട് പരിശുദ്ധൻ 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 അതിന് മേളിൽ വേറെ ഒന്നും ഇല്ല എന്ന് നമ്മളവിടെ തെളിയിച്ച് നമുക്ക് കാണാൻ കഴിയും. और इब्रानियों की भाषा में उससे बढ़कर कुछ और भाषा परमेश्वर के लिए नहीं लिख सकते, इसलिए वहाँ पवित्र है करके 3 बार लिखा गया है। അപ്പൊ നാം ഒന്നാമതായി അവിടെ നിന്ന് വായിക്കുമ്പോൾ ഒന്നാമതായി കാണുവാനുള്ളത് ദൈവത്തെ കുറിച്ചുള്ള ഒരു ദർശനം നാം കാണണം. तो सबसे पहले हमें एक परमेश्वर की एक दर्शन होना चाहिए। നാം ദൈവത്തെ കുറിച്ച് ദർശനം കണ്ടാൽ മാത്രമേ നാം അടുത്ത ഭാഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുള്ളൂ. जब प्रभु का एक दर्शन हम पा लेंगे तभी हम दूसरे छोर की ओर जा सकते हैं। പരിശുദ്ധനായ ദൈവത്തിനെ കാണുവാനുള്ള ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നല്ലോ. एक पवित्र परमेश्वर को देखने के लिए प्रभु ने हमारे जीवन में सौभाग्य दिया। എത്രയോ ശ്രേഷ്ഠന്മാരും മഹാന്മാരും ഐശ്വര്യ സമ്പന്നരും ധനവാന്മാരും ഒക്കെ ഉള്ളപ്പോൾ ഏഴകളാകി നമ്മെ കർത്താവിന് പ്രസാദം തോന്നി തിരഞ്ഞെടുത്ത ആ ദൈവത്തിന്റെ സ്നേഹം ഒന്ന് നോക്കിക്കേ. എന്റെ സർവശക്തനായ ദൈവം എത്ര മഹാനാണ്. ഹല്ലേലൂയ. चारों ओर जब श्रेष्ठ लोग सबके बीच में से परमेश्वर ने हमें चुना, उसके प्रभु का हमसे जो प्रेम है वो कितना महान है। आज सुबह के वक्त हम जरा सोचें। ഉന്നതനും ഉയർന്നിരിക്കുന്നവനും പരിശുദ്ധനും ശാശ്വതവാസിയുമായ എന്റെ സേനയെ കർത്താവിന്റെ സൈന്യങ്ങളുടെ യഹോവ. ആമേൻ. ഹല്ലേലൂയ. ആ നാമമാണ് ഹല്ലേലൂയ. എല്ലാറ്റിനും മേലായ നാമം എന്ന് പൽക്കാലം ആമേൻ ഞാൻ വിളിച്ചു പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. रहने वाले सेनाओं के सेना हमारे परम पिता परमेश्वर वही नाम सबसे ऊंचा नाम है। आज सुबह मैं आपको बताती हूँ। പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായി ദൈവിക ദർശനം കണ്ട യെശയ്യാവ് രണ്ടാമതായി കാണുന്ന കാഴ്ച തന്നെ കാണുവാനുള്ള ഒരു ദർശനം. और जब यशायाह नबी ने परमेश्वर का दर्शन पाया, दूसरी बात तो अपने आप को जरा जांचता है। അതിന്റെ 6-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതിരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ട സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം. അവൻ ആദ്യം പറഞ്ഞ അവന്റെ അവസ്ഥ, അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം.
कुछ करता है। എന്നാൽ അവൻ തന്നെ തന്നെ നീതിമാനായി വിചാരിച്ചുകൊണ്ട് praise God, hallelujah, അവനോട് കൂടെ ഇരിക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാനെന്ന് അവൻ ഏറ്റുപറയുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നു. लेकिन वहाँ लिखा है कि वह अपने आप को धर्मी ठहराता है और वह कहता है कि इस टैक्स कलेक्टर के समान मैं नहीं हूँ, इसलिए अपने आप को धर्मी ठहराते हुए प्रभु का धन्यवाद करते हैं। इस प्रकार वहाँ लिखा हुआ है। എന്നാൽ ചുങ്കക്കാരൻ അവനെ തന്നെ നോക്കി ദൈവത്തോട് നോക്കുവാൻ കഴിയാതെ മാറിയെന്ന് കർത്താവേ, ഞാൻ hallelujah പാപിയായ ഒരു മനുഷ്യനെന്ന് തന്നെ തന്നെ ഏറ്റുപറയുവാൻ അടുത്തു വന്നപ്പോൾ ദൈവം അവനെ കാണുന്നവനായി ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. वो अपने आप को परमेश्वर के सामने वो कहता है कि है पिता, मैं एक पापी हूँ और तेरे पास आने तक के करीब योग्य नहीं हूँ। इस प्रकार जब वह अपनी गलतियों को कबूल करता है तो उसकी प्रार्थना को परमेश्वर सुनता है। इस प्रकार वहाँ लिखा हुआ है। യെശയ്യാവിന്റെ അവസ്ഥ നാം വായിക്കുമ്പോൾ യെശയ്യാവ് തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതായി കാണാൻ കഴിയുന്നു. यहाँ यशायाह की बात को हम पढ़ते हैं तो वहाँ लिखा है कि वह अपने आप को प्रभु के सामने समर्पित करता है। നാം യെശയ്യാവിനെ നോക്കുമ്പോൾ യെശയ്യാവ് പ്രവാചകനാണ്. यशायाह के बारे में जब हम देखते हैं तो वह एक नबी है। ജനങ്ങളോട് ഇത്രയും നാളും പ്രവചിച്ചു കൊണ്ടിരുന്നവനാണ്. जनता से वो अभी तक परमेश्वर की बातों को बताने वाला है। എന്നാൽ ഇനിയും ഞാൻ മറ്റുള്ളവർ കാണുക, ജനങ്ങളുടെ ശുദ്ധിയില്ലാത്ത ജനങ്ങളുടെ നടുവിൽ വസിക്കുന്നവനായ ഈ യെശയ്യാവ് ഞാൻ ഇനി എങ്ങനെ ഏറ്റുപറയുവാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൻ മാറിയിരുന്നുവെങ്കിൽ അവന്റെ ശുദ്ധി ഒരിക്കലും ഉണ്ടാവുകയില്ലായിരുന്നു. लेकिन अभी तक दूसरों को परमेश्वर की बातों को बताने वाला यशायाह नबी, यदि वो कहता कि मैं दूसरों के सामने अपनी गलती को कैसे कबूल करूं, ऐसा कह के वो अलग बैठे रहता तो कभी भी वो परमेश्वर का दर्शन को प्राप्त नहीं कर पाता। നാം ദൈവത്തെ കാണണമെങ്കിൽ വിശുദ്ധിയോട് കൂടെ ദൈവത്തെ കണ്ടേ മതിയാവും. यदि हमें परमेश्वर का उस दर्शन को पाना है तो एक पवित्र होकर ही हम परमेश्वर का दर्शन को प्राप्त कर सकते हैं। ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുവാൻ സാധ്യമല്ല. पवित्रता के बिना हम कभी भी परमेश्वर का दर्शन नहीं पा ഇത് सकते। പകൽക്കാലം ശുദ്ധീകരണം പ്രാപിക്കുവാൻ തയ്യാറാണോ? क्या आज सुबह पर परमेश्वर के
चाहता है कि उसके आसपास रहने वाले लोग भी उस पवित्र अवस्था में आए। ഇന്ന് പകൽക്കാലം തിരിച്ചു വരാമോ കർത്താവേ? ഞാൻ മാത്രമല്ല കർത്താവേ, ഞാൻ ശുദ്ധീകരണം മാത്രമല്ല മറ്റുള്ളവരെയും ശുദ്ധീകരണത്തിലേക്ക് നടത്തുവാൻ എന്നെ ഒരു ആയുധമായി ഉപയോഗിക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, praise the Lord. ഇന്ന് പകൽക്കാലം ദൈവം നമ്മുടെ നടുവിലുണ്ട്, നമ്മെ ദൈവം ഉപയോഗിക്കുവാൻ പോകുകയാണ്. आज सुबह क्या आप लौट आए थे? हालेलुया। मैं अपने आप को तो देख लिया मैंने, लेकिन मैं अपने दूसरे लोगों को लिए भी प्रार्थना करती कि आप उन्हें भी पवित्रता की ओर लौटा के ले
मुझसे बातें किया ഒരു ഗ്രൗണ്ടിലാണ് ദൈവം എന്നെ കൊണ്ടുപോയി. Praise the Lord. और प्रभु की आत्मा ने मुझे एक ग्राउंड में लेके गए അവിടെ ഓരോ മൂലയ്ക്കും ഓരോരോ പാപം ചെയ്തിരിക്കുന്ന ഓരോ ഗ്രൂപ്പുകളെ കാണിക്കാനിടയായി. और वहाँ मुझे दिखाया कि एक एक कोने में एक एक पाप किए हुए व्यक्ति को प्रभु की आत्मा ने मुझे दिखाया എന്റെ കൂടെ ഒരു അപ്പച്ചനെ പോലെ ഇരിക്കുന്ന ഒരാളുണ്ട്. और मेरे साथ एक बुजुर्ग व्यक्ति जैसा एक व्यक्ति भी था മദ്യപാനികളായിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആളുകൾ ഈ സൈഡിലുണ്ട്. दारू पीने वाले एक झुंड इस साइड पर थे അതിനപ്പുറത്ത് വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ച ദൈവം കാണിക്കാനിടയായി. और उसके बगल में व्यभिचार करने वाले एक झुंड मुझे दिखाई दिया അത് ഇപ്പുറത്ത് ചീട്ട് കളിക്കുന്ന ഒരു ഗ്രൂപ്പിനെ ദൈവം എന്നെ കാണിച്ചു. और दूसरे बगल में ताश खेलने वाले एक झुंड को प्रभु ने दिखाया ജോലിയില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു ഗ്രൂപ്പിനെ കാണിച്ചു. कामकाज के बिना ऐसे इधर उधर फिरने वाले झुंड को प्रभु ने दिखाया എന്റെ കൂടെ ഉള്ളതായ അപ്പച്ചനോട് ചോദിക്കുവാനിടയായി തീർന്നു. ഇവരെല്ലാം പാപത്തിൽ നശിച്ചു പോകുന്നല്ലോ, ഇവരെ രക്ഷിക്കുവാൻ ആര് പോകുമെന്ന് സഹതാപത്തോടെ എന്നോട് ചോദിക്കുന്ന കാഴ്ച. और मेरे साथ जो बुजुर्ग व्यक्ति के समान व्यक्ति था उससे पूछा कि ये सब लोग पाप की गंदगी में डूबे हुए हैं इनको कौन बचाएगा അന്ന് രാത്രി 2 മണിക്ക് ഞാൻ എഴുന്നേറ്റ് മുട്ടിൽ തറയിരുന്നത് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. उस रात को करीब 2 बजे मैं उठकर घुटने टेक कर बैठी बस इतना याद है ഞാൻ കർത്താവിനോട് കർത്താവേ അടിയനെ അയക്കണമേ എന്ന് പറഞ്ഞു. और मैंने परमेश्वर से कहा है प्रभु मुझे छोड़ मैं जाऊंगी करके ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ മുഴങ്കാലിൽ താഴെ ഇരിക്കുന്നതാണ് ഞാൻ കണ്ടത്. जब मैंने आंखें खोल के देखा तो मैंने अपने आप को पाया कि नीचे जमीन पर घुटने टेक कर मैं ഈ खड़ी വാക്യം എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. उस वक्त यह वाक्य कहाँ पर या मुझे नहीं मालूम था അതേ ദിവസം അതിലൂടെ പിറ്റേ ദിവസം രാത്രിയിൽ സുരേഷ് ബാബു ദൈവദാസൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ രാത്രികാലം ഇപ്രകാരം അടിയനെ അയക്കണമേ എന്ന് പ്രസംഗിക്കുമ്പോൾ അവൻ സമർപ്പിച്ച ഒരു ദൈവവചനം ഞാൻ കാണുവാൻ കേൾക്കുന്നു. ആ ദൈവവചനം ആരെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. और दूसरे दिन शाम को जब भाई सुरेश ब्रदर जब इस वचन लेकर प्रचार कर रहे थे तो उन्होंने इस प्रकार कहा कि पिछली रात यह वाक्य को बोलकर कि मैं हूँ परमेश्वर मुझे छोड़ करके किसने समर्पित करके प्रार्थना किया वह व्यक्ति कौन है करके इस प्रकार पूछा അവിടെ വെച്ച് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കേണ്ടത് കർത്താവേ ഞാൻ അങ്ങയുടെ വേല ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. इसी वक्त मैंने अपने आप को समर्पित करके बोला कि प्रभु मैं आपके सेवकाई करने के लिए मैं तैयार हूँ ഇന്ന് പകൽക്കാലം പ്രിയ സഹോദരിമാരെ എത്രയോ പ്രാവശ്യം നമ്മളോട് ഈ വചനം കടന്നു വന്നതാ. കർത്താവേ കാരണം ഞാൻ പൊയ്ക്കൊള്ളാം അനേക പ്രാവശ്യം നമ്മളത് സമർപ്പിച്ചതല്ലേ. आज सुबह है मेरे
और पत्नी, लेकिन वो घर से बाहर निकलने के लिए ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമുക്ക് ആ വേദന ഉണ്ടാകുന്നു. जरा सोचने कि हमारे परिवार का कोई सदस्य होती वो बहन, तो हमको कितना दुख और दर्द होता. കഴിഞ്ഞ ദിവസങ്ങളിൽ പേപ്പറിനകത്ത് ഞാൻ വായിച്ച ഒരു സംഭവം, praise the Lord. पिछले दिनों पत्र में मैंने इस प्रकार का एक घटना पढ़ा. എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതായ ഒരു കുഞ്ഞിന്റെ കാര്യം ഞാൻ വായിക്കുവാനിടയായി. 8 साल की बच्ची के बारे में मैंने നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉത്തരവാദികളാണോ? हम क्या अपने बच्चों के लिए प्रार्थना करने के लिए हम उत्तरदायी हैं? അശ്ലീല സംഭവങ്ങളുള്ളതായ ഒരു മാഗസിൻ വായിച്ച് അതിന് ചില ഉണർവുകൾ ഉണ്ടായതിന് മൂലമായി തന്റെ മാതാവ് ഓഫീസിൽ നിന്ന് വീട്ടിൽ വരുമ്പോൾ അവൻ ഹല്ലേലൂയ കതവിന്റെ പിന്നാലെ അവൻ ഒളിച്ചിരുന്ന് താൻ ഊരുന്ന വസ്ത്രത്തെ കണ്ട് ആ കുഞ്ഞ് സന്തോഷിച്ചതായ ഒരു വാർത്ത അത് കാണുമ്പോൾ പേപ്പറിൽ വായിക്കുവാനിടയായി തീർന്നു. उस पत्र में इस प्रकार लिखा है कि एक 8 साल की एक बच्ची वो बुरे पत्र को पढ़ के, मैगजीन्स को पढ़ते उसके जीवन में जो अवस्था हुआ उस विषय के बारे में इस पत्र में लिखा है. നമ്മുടെ ചുറ്റുപാടിലും എത്ര കുഞ്ഞുങ്ങൾ ഇപ്രകാരമുണ്ട്. പ്രൈസ് ദി ലോർഡ്. हमारे चारों ओर कितने ऐसे छोटे छोटे बाल പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയല്ലായിരിക്കാം. ഹല്ലേലൂയ. हमारे बच्चे इस प्रकार नहीं होंगे. എന്നാലും ആ വേദന ഉണ്ടാകുന്നുണ്ടോ കർത്താവേ? എന്റെ കുഞ്ഞുങ്ങൾ പ്രകാരമായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരുന്നു? പ്രൈസ് ദി ലോർഡ്. हमारे जीवन में है कि यदि हमारे बच्चे इस प्रकार होते तो हमारे दिल में कितना दुख और പ്രിയ दर्द होता. സഹോദരിമാരെ, നിങ്ങളുടെ കണ്ണുകൾ എപ്പോഴും നിറഞ്ഞിരിക്കട്ടെ. हमेशा भरी रहनी चाहिए. ഒരു പ്രാവിന്റെ കണ്ണുകൾ എപ്പോഴും നിറഞ്ഞിരിക്കുന്ന പോലെ സഹോദരിമാരുടെ കണ്ണുകൾ എപ്പോഴും അവന്റെ ദേശത്ത് നടക്കുന്ന അന്യായ ശക്തികളെയും അന്ധകാരത്തിന്റെ വലകളെയും കാണുവാനുള്ള കണ്ണുകൾ എപ്പോഴും തുറന്നിരിക്കുവാനായി Praise the Lord. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ആഗ്രഹിക്കുമ്പോൾ അവൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? Praise the Lord. जो पाप की अवस्था है उन सबको देखने के लिए हमारे आंख हमेशा खुला रहना चाहिए और परमेश्वर के सामने प्रार्थना करने के लिए एक भरी आंख भी होनी चाहिए. Praise the Lord. കടന്ന കഴിഞ്ഞ നാളുകളിൽ ദൈവം എന്നെ ദർശനം കാണിക്കുവാനിടയായിരുന്നു. बीते दिनों परमेश्वर ने मुझे एक दर्शन दिया. Praise the Lord. Hallelujah. Amen. Hallelujah. കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഏതൊക്കെയോ വിഷയങ്ങൾ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ് അമ്മ ഞാൻ മറന്നുപോയ അനേക വിഷയങ്ങൾ അത് ദർശനം കാണുവാനായിരുന്നു. और बीते दिन मैंने इस प्रकार दर्शन देखा कि बहुत सारे व्यक्ति लोग मुझसे जो प्रार्थना करना ऐसे कह गए और मैं उन सब विषयों को भूल गई. उस विषय के बारे में प्रभु ने मुझे एक दर्शन दिया. Praise the Lord. ഞാൻ ഒരിടത്ത് ഇരിക്കുകയാണ്. ആ സമയത്ത് ഈ ബട്ടർഫ്ലൈ ചിത്രശലഭം എങ്ങനെയാണ് നമ്മുടെ അടുത്ത് മിന്നി വരുന്നത് പോലെ ഈ പ്രെയർ റിക്വസ്റ്റുകളെല്ലാം എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. और मैंने ऐसे देखा कि मैं जब बैठी हूँ और जिस प्रकार तितलियाँ ऐसे उड़कर आती है वैसे यहाँ पर बहन के पास करीब से उड़ती हुई आए एक प्रार्थना विषय के समान उनके करीब आती गई. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഭയം തോന്നുവാനിടയായി തീർന്നു. देखकर मुझे बहुत डरावना सा लगा ദൈവം ഞാൻ പ്രാർത്ഥിച്ച് അവർക്ക് വിടുതൽ കൊടുക്കേണ്ടതല്ലേ? क्योंकि मुझसे प्रार्थना